ഇന്ന് ഞാൻ കപ്പ കൊണ്ടുള്ള ഒരു ഡിഷാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോണേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയപ്പം ഒരു കപ്പ ബിരിയാണി കഴിച്ചു. അതെവിടുന്നാന്നറിയോ? ഒരു തട്ടുകടേന്ന്. തട്ടുകടയിലെ കപ്പ ബിരിയാണി സൂപ്പറാന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങള് തട്ടുകടയിൽ കേറിയാലോ എന്ന് വിചാരിച്ചു. ഒരു തട്ടുകടേന്ന് ഒരു കപ്പ ബിരിയാണി മേടിച്ചു. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ അന്ന് അങ്ങനത്തെ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് വീട്ടിലെ പറമ്പീന്ന് തന്നെ പറിച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയാ. അപ്പൊ ഞാൻ ഇന്ന് ആ കപ്പയും കൊണ്ട് ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാട്ടിത്തരാന്ന് വിചാരിച്ചു. അതിനാദ്യം ഈ കപ്പയൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെട്ടി അരിഞ്ഞെടുക്കണം. അത് കുറച്ച് പരിപാടിയാ. അപ്പൊ ബാ ഞാൻ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇതൊന്ന് ശരിയാക്കട്ടെ ആദ്യം. തട്ടുകട എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും മോശാണ് അയ്യേ എന്നൊക്കെ. പക്ഷെ തട്ടുകടയിലെ ഐറ്റംസ് ഒക്കെ വളരെ സൂപ്പറാ. ഞാൻ അങ്ങനെയൊന്നും കേറിയിട്ടില്ല. പക്ഷെ അന്ന് കേറിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി കിട്ടി ട്ടോ. അത് എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ തട്ടുകടയിലെ കപ്പ ബിരിയാണി നല്ല അടിപൊളിയാന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് പോയി കഴിച്ചതാ. പക്ഷെ നല്ലതായിരുന്നു. അന്നേരം തന്നെ എനിക്ക് അത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത വന്ന് ഞാൻ അവിടെ തന്നെ ചോദിച്ചു ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ അവിടുത്തെ ചേച്ചിയോട് ഞാൻ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോ ഇത് ഉണ്ടാക്കാൻ പോണേ. അല്ലാണ്ട് എനിക്ക് നേരത്തെ ഇത് ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു അത് നിങ്ങളെയും കൂടെ കാട്ടിത്തരാലോന്ന്. എന്റെ തട്ടിക്കൂട്ടൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോ ഇത് നിങ്ങളെയും കൂടെ കാട്ടിത്തരാം. പക്ഷെ ഈ കപ്പ വെട്ടി അരിയണ ഇച്ചിരി പാടാട്ടോ. കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കണ്ട് ക്ഷമയോടെ ഒന്ന് കാണണം. ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല. അപ്പൊ അതിന്റേതായ കുറവുകളൊക്കെ കാണും. അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. ദേ കപ്പ തൊണ്ട് കളഞ്ഞ് ഈ രൂപത്തിലാക്കി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊത്തി അരിയണം. ദേ ഇപ്പൊ ഞാൻ കഴുകി വെച്ചേക്കുവാണ്. ഇതൊന്ന് ഞാൻ കൊത്തി അരിയുവാണ്. അതും ഒരു പണി തന്നെയാണ്. കുത്തി ചെറുതായിട്ട് അരിയണം. അപ്പൊ ഞാനിതൊന്ന് അരിയട്ടെ. ദേ അരിഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനി ഇത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് ഇടുവാണ്. അരിഞ്ഞു വെച്ച കപ്പ കുക്കറിലിട്ടിട്ട് അതിനാവശ്യത്തിന് വെള്ളവും ചേർത്ത് മഞ്ഞപ്പൊടി ഇട്ട് അല്പം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കണം. അതിനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു. ഇനി മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് വെന്ത് കാണും. ഒരു 2 വിസില ഇതില് ഞാൻ 2 വിസിലാ അടുപ്പിച്ചേ. 2 വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കി. ഇപ്പൊ ദേ വെന്തിട്ടുണ്ട്. ഞാൻ ഇനി അതൊന്ന് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാ. അത് കുറച്ച് നേരം ഒന്ന് അതിലെ വെള്ളം തന്നെ അങ്ങ് ഊർന്നു പോട്ടെ. അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കാൻ വെച്ചു. ചൂടായി കഴിയണം. ചീനച്ചട്ടി ചൂടായ ശേഷം നമ്മൾ അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. നമുക്കിത് മുട്ട കുത്തി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് എണ്ണ ചേർത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായ ശേഷം ആ മുട്ട എടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പൊ എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് വേണം. വേറെ ഒന്നും ചേർക്കണ്ട. മുട്ടയില് അല്പം ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുത്തിപ്പൊരിച്ച് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ നിറം ആവണ വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് പൊടികളാണ്. അതിന് വേണ്ടത് മുളകുപൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും വെച്ച് ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി പൊടികളുടെ പച്ചമണം മാറണയിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ പൊടികൾ ചേർത്തു.
ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ എടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ കുത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാനുണ്ട്. അത് ദേ ഞാനിവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കപ്പ ബിരിയാണി ഇത്രയേ ഉള്ളൂ. ദേ റെഡി ആയി കഴിഞ്ഞു.